കുറച്ചു ദിവസങ്ങളായി ഗായിക അമൃത സുരേഷും നടൻ ബാലയുമായുള്ള കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ബാലയുടെ അഭിമുഖത്തിനെതിരെ മകൾ രംഗത്തെത്തുകയും അതോടൊപ്പം മകൾക്ക് സൈബർ ആക്രമണം നേരിടുകയും തുടർന്ന് ബാലയ്ക്കെതിരെ അമൃത തന്നെ വീഡിയോയുമായി നേരിട്ടെത്തുകയുമായിരുന്നു. ആദ്യമായി വിവാഹമോചനത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും വീഡിയോയിലൂടെ അമൃത വെളിപ്പെടുത്തി. ഇത് പിന്നീട് അമൃതയ്ക്കും കുടുംബത്തിനും സൈബർ അധിക്ഷേപം നേരിടുന്നതിന് കാരണമായി. അമൃതയുടെ സഹോദരിയായ അഭിരാമി സുരേഷ് ഈ അധിക്ഷേപങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു. എന്നാലിപ്പോൾ അഭിരാമി ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കും ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്. മതിയായി, എന്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അവരെ ജീവിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന കുറിപ്പോടെ കാർഡിയക് ഐസിയുവിന് മുന്നിൽ നിന്നുള്ള ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു. എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. അധികം വൈകാതെ തന്നെ താരവും കുടുംബവും വ്യക്തത വരുത്തുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അന്തരഫലമാണോ ഇതെന്നും ആശങ്കയുണ്ട്. ബാല തനിക്കും അമൃതയ്ക്കുമെതിരെ നടത്തിയ ക്രൂരതകൾ വിളിച്ചു പറഞ്ഞ മകൾ രംഗത്തെത്തിയതും വിവാദമായിരുന്നു. പിന്നാലെ മറുപടിയുമായി എത്തിയ ബാല ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തർക്കിക്കാനില്ലെന്നും പ്രതികരിച്ചിരുന്നു. മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെയാണ് അമൃതയും രംഗത്തെത്തുന്നത്. ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും താൻ ജീവനും കൊണ്ട് ഓടിയതാണെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ബാലയ്ക്കെതിരെ അമൃത ഉന്നയിച്ചത്. താൻ ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്നുവെന്നും ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് ബാല തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത വെളിപ്പെടുത്തി. പിന്നാലെ ഇത് ശരിവെച്ച് അമൃതയ്ക്ക് പിന്തുണയുമായി ബാലയുടെ മുൻ ഡ്രൈവറും അമൃതയുടെ സുഹൃത്തും രംഗത്തെത്തി. ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് നേരിട്ടതും സമാന അനുഭവമാണെന്നാണ് അമൃതയുടെ സുഹൃത്തായ കുക്കു എനേലയുടെ വെളിപ്പെടുത്തൽ. ബാല എലിസബത്തിനെ മാനസിക രോഗിയായി ചിത്രീകരിച്ചെന്നും അവർ ഓടി രക്ഷപ്പെട്ടതാണെന്നും അവർ ആരോപിച്ചിരുന്നു. ആരോപണങ്ങളിൽ പ്രതികരണവുമായി ബാലയും എത്തിയിരുന്നു. താൻ കളി നിർത്തി വാക്കുപാലിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നും തന്നെ വെറുതെ വിടണമെന്നായിരുന്നു ബാലയുടെ പ്രതികരണം. നിരന്തരം സമൂഹമാധ്യമ ആക്രമണങ്ങൾ നേരിടുന്ന ഗായിക അമൃത സുരേഷിന് പിന്തുണയുമായി മുൻ പങ്കാളിയും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറും എത്തിയിരുന്നു. മുൻ ഭർത്താവ് ബാലയിൽ നിന്നും താൻ അനുഭവിച്ച പീഡനങ്ങൾ വിവരിച്ചും ഇപ്പോഴും തുടരുന്ന സമൂഹമാധ്യമ അധിക്ഷേപങ്ങളോട് പ്രതികരിച്ചും അമൃത പങ്കുവച്ച കുറിപ്പിന് താഴെ കമന്റിലൂടെയാണ് ഗോപി സുന്ദർ പിന്തുണ പ്രഖ്യാപിച്ചത്. നീ ശക്തിയായ ഒരു സ്ത്രീയാണ്, ഏറ്റവും മികച്ചവൾ, കരുത്തുറ്റ അമ്മയായി നിലകൊള്ളൂ എന്നാണ് ഗോപി സുന്ദറിന്റെ കമന്റ്. ഈ സംഭവങ്ങൾക്കിടെയാണ് അമൃത ആശുപത്രിയിലാണെന്ന വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ വാർത്തയ്ക്ക് പിന്നിലെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിവായിട്ടില്ല. അഭിരാമി പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പോസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പ്രതികരിക്കുമെന്നാണ് ആരാധകരും സോഷ്യൽ മീഡിയയും പ്രതീക്ഷിക്കുന്നത്.